കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, പക്ഷേ ബിസിനസ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ചില മണ്ടത്തരങ്ങൾ കേട്ടാൽ നമ്മൾ പോലും നെട്ടിപ്പോകും. ഒരു കാലത്ത് മൊബൈൽ ഫോൺ മാർക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്നത് ബ്ലാക്ക്ബെറി ആയിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പക്ഷേ ഐഫോണിന്റെ വരവോട് കൂടി അവരുടെ ടച്ച് സ്ക്രീൻ ഇന്നോവേഷൻ ഒക്കെ വന്നിട്ട് പോലും ബ്ലാക്ക്ബെറി അവർ സീരിയസ് ആയിട്ട് എടുത്തില്ല. നമ്മുടെ ഫിസിക്കൽ കീബോർഡ് മൊബൈൽ തന്നെയാണ് ആൾക്കാർ ഇപ്പോഴും പ്രിയങ്കരമെന്ന് പറഞ്ഞ് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് കാലം നമുക്ക് മുമ്പിൽ കാണിച്ചതാണ്. ഐഫോൺ ഏത് ലെവലിലാണ് ഇപ്പോഴെന്നും ഇതേപോലെ ബ്ലാക്ക്ബെറിയുടെ അഡ്രസ്സ് പോലുമില്ല. നമുക്കെല്ലാവർക്കും കേട്ട് സുപരിചിതമായ ഒരു നെയിമാണ് നെറ്റ്ഫ്ലിക്സ്. അതുപോലെ തന്നെ എത്ര പേർക്ക് ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനിയെ കുറിച്ച് അറിയാം? ബ്ലോക്ക് ബസ്റ്ററും നെറ്റ്ഫ്ലിക്സും രണ്ടും DVD റെന്റൽ കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ബ്ലോക്ക് ബസ്റ്ററിന് വെറും 50 മില്യൺ കൊടുത്ത് നെറ്റ്ഫ്ലിക്സിനെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നിട്ട് പോലും ആരാണ് ഓൺലൈനായിട്ട് മൂവി വാച്ച് ചെയ്യുക എന്ന് ചോദിച്ച് പരിഹസിച്ചുകൊണ്ട് അവരെ തള്ളിക്കളിയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നെറ്റ്ഫ്ലിക്സ് ഏത് ലെവലിലായി, ബ്ലോക്ക് ബസ്റ്റർ എവിടെ കിടക്കുന്നുവെന്ന്. സെറോക്സ് എന്ന കമ്പനിയാണ് കമ്പ്യൂട്ടർ മൗസും അതേപോലെ ഗ്രാഫിക്കൽ ഇന്റർഫേസും നമുക്ക് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്നത്. പക്ഷേ അവരുടെ ലാക്ക് ഓഫ് വിഷൻ കാരണം അവർക്ക് ഇത് വേണ്ടത്ര രീതിയിൽ ഫിനാൻഷ്യലി ബെനിഫിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ബാക്കിയുള്ള കമ്പനികളൊക്കെ ബൾക്കായിട്ട് വലിയ രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് അവർ വേണ്ടത്ര രീതിയിൽ ലാഭം കയ്യേറുമ്പോഴും സെറോക്സ് വെറുതെ ഇൻവെന്റഡ് എന്നൊരു ടാഗിൽ മാത്രം ഒതുങ്ങിക്കൂടി. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പഴയ ലെജൻഡ് നോക്കിയ ഗോട്ട് ടു കംഫർട്ടബിൾ. അവർ കൊടുക്കുന്ന ഫിസിക്കൽ ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യാതെ പുതിയ ഇന്നോവേഷൻ ഒന്നും കൊണ്ടുവരാണ്ട് അവർ എന്താണ് വെച്ചുകൊണ്ടിരുന്നത് അതിൽ തന്നെ സ്റ്റക്ക് ഓൺ ആയി. ബാക്കിയുള്ള കമ്പനികൾ സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും വളരെയധികം മുമ്പോട്ട് പോയി. രണ്ട് ഫേമസ് ആയിട്ടുള്ള സെർച്ച് എൻജിൻസ് ആയിരുന്നു യാഹുവും ഗൂഗിളും. യാഹുവിന് ഗൂഗിളിന് ഇപ്പോഴുള്ള വാല്യൂയുടെ ചെറിയൊരു ഫ്രാക്ഷൻ കൊടുത്തിട്ട് വാങ്ങാൻ അവസരമുണ്ടായിരുന്നു, അതും 2 പ്രാവശ്യം. പക്ഷെ 2 പ്രാവശ്യം അവർ വേണ്ടെന്ന് വെച്ചു. ബട്ട് പിന്നെ നടന്ന ചരിത്രം, ഗൂഗിൾ ഇപ്പോൾ സെർച്ച് എൻജിൻ ലോകത്തിലെ മൊണോപ്പൊളിയായി തുടരുകയാണ്. ഇപ്പോഴും യാഹുവും കടക്കണിയിലും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാമറ കമ്പനിയായിരിക്കും കൊഡാക്കിന്റെ മെയിൻ കോർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ക്യാമറയിൽ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന റീലുകളായിരുന്നു. പക്ഷേ കൊഡാക്കാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചത്. പക്ഷേ അവരുടെ റീൽ ബിസിനസ്സിന് ഇത് ബാധിക്കുമെന്ന് വിചാരിച്ച് വലുതായിട്ട് പബ്ലിസിറ്റി ചെയ്തില്ല, അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് ചെയ്തില്ല, അതുപോലെ പ്രൊഡക്ഷനും ചെയ്തില്ല. പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ബാക്കിയുള്ള കമ്പനികൾ ഡിജിറ്റൽ ക്യാമറകളുടെ ലോകത്തേക്ക് കടന്നു വരുമ്പോഴും കൊഡാക്ക് ഇതിൽ നിന്നും പിന്മാറി വളരെയധികം ബഹുദൂരം പിന്നിലായി മാറി.